എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിന് അവധിയായിരുന്നു. മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ താഴെ വന്നതിന് ശേഷം നല്ല റിക്കവറിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $4174.6 പെർ ഔൺസിനാണ്. സിൽവറും അത്തരത്തിലുള്ള റിക്കവറിയാണ്. താഴെ ലെവലിൽ നിന്ന് നേടിയിരിക്കുന്നത് $62.27 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിലത്തെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ വന്നിരുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ പ്രകാരം ടോട്ടൽ 41 ടൺസാണ് സെൻട്രൽ ബാങ്കുകൾ മെയ് മാസത്തിൽ വാങ്ങിയിട്ടുള്ളത്. പോളണ്ടാണ് 18 ടൺസ് വാങ്ങിയിരിക്കുന്നത്. സെക്കൻഡ് പ്ലേസ് ചൈനയാണ് 10 ടൺസ് വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാൻ 9 ടൺസ്, കസാക്കിസ്ഥാൻ 7 ടൺസ്, സിംഗപ്പൂർ 4 ടൺസ്, ചെക്കോസ്ലോവാക്യ 2 ടൺസ്, ജോർദാൻ 1 ടൺ. ഇങ്ങനെയാണ് മെയ് മാസത്തിലത്തെ ബൈയിങ് ഡാറ്റ വരുന്നത്. അതേസമയം റഷ്യ 4 ടൺസ് വിറ്റിട്ടുണ്ട്. ടർക്കി 3 ടൺസ് വിറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ സ്ട്രീറ്റ് ക്യാപിറ്റൽ ഗോൾഡ് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. Q1 2027, അതായത് 2027 ആദ്യ ക്വാർട്ടറിൽ ഗോൾഡ് $5500 പെർ ഔൺസ് ഹിറ്റ് ചെയ്യുന്നതാണ് സ്ട്രീറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. മറ്റു പല റിപ്പോർട്ടുകളും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ വൊളാറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ 3959.10 പെർ ഔൺസ് ഹിറ്റ് ചെയ്തതിന് ശേഷം $4174.6 പെർ ഔൺസിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് ട്രെൻഡ് ഓവർ ആണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഗോൾഡും ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സിൽവറിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് വെള്ളിയാഴ്ച വീണ്ടും താഴെ വന്നിരിക്കുന്നത്. ഈ ആഴ്ചയിൽ റുപ്പി വീണ്ടും താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരികയാണ്. അത് തീർച്ചയായിട്ടും റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. എന്നിരുന്നാലും റുപ്പിയുടെ മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഗവൺമെൻറ് 52,000 കോടി രൂപയുടെ ഡിഫൻസ് അക്വിസിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിസൈൽസ്, അതുപോലെ തന്നെ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ്, ഇത്തരത്തിലുള്ള ഐറ്റംസുകൾക്ക് വേണ്ടിയുള്ള ഒരു അക്വിസിഷൻ ഓർഡറാണ്. തീർച്ചയായിട്ടും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, BEML, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, പാരാസ് ഡിഫൻസ് സിസ്റ്റംസ്, സെൻ ടെക്നോളജീസ്, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഡാറ്റാ സെൻറ്റർ പവർ സപ്ലൈയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 800 വോൾട്ട് ഡയറക്റ്റ് കറണ്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റമാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ രംഗത്തുള്ള ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് മാറാൻ പോകുന്നു സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീമൻസ്, ABB കമ്പനികളെ സംബന്ധിച്ചൊക്കെയാണ് ഈ ന്യൂസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്റർ ശനിയാഴ്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സ് രാജസ്ഥാനിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് നൽകുന്നത്. അതേസമയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ Q1 റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം Q1
18.9 രൂപ പെർ ലിറ്റർ വെച്ച് ഡീസലിൽ മേലും 6 രൂപ പെർ ലിറ്റർ വെച്ച് പെട്രോളിൽ മേലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ Q1 റിസൾട്ട് ഒരുപക്ഷെ ലോസ് രേഖപ്പെടുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്കിത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും പൊതുവെ Q1 റിസൾട്ടുകൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലെ മോശമായിരിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡിസ്കൗണ്ടിങ് മാർക്കറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പവർ ട്രാൻസ്മിഷൻ രംഗത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം ഇൻട്രസ്റ്റേറ്റ് പവർ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ചൈനീസ് കമ്പനികളെ ഈ രംഗത്ത് ബിഡ് ചെയ്യാനായിട്ട് അലവ് ചെയ്തിരിക്കുകയാണ്. 4 കമ്പനികളെയാണ് പവർ പ്രൊജക്റ്റുകളിൽ ബിഡ് ചെയ്യാനായിട്ട് അലവ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ രംഗത്ത് വലിയ മുന്നേറ്റം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഡിസിഷൻ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ പവർ ജനറേഷൻ രംഗത്തുണ്ടാക്കാൻ പോകുന്നത്. Q1 റിസൾട്ട് എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ടെലികോം കമ്പനികളുടെ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒപ്പം Q2 മുതൽ ഒരുപക്ഷെ ടെലികോം കമ്പനികൾ താരിഫും ഇൻക്രീസ് ചെയ്തിരിക്കും എന്നൊരു റിപ്പോർട്ടുകൾ. അങ്ങനെ വരികയാണെങ്കിൽ ഭാരതി എയർടെൽ, അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയ, റിലയൻസിനെ സംബന്ധിച്ചൊക്കെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അഡാനി എൻ്റർപ്രൈസസ് 10,000 കോടി രൂപയുടെ QIP പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ബിഡിങ് കഴിഞ്ഞപ്പോൾ 3.8 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് 10,000 കോടിക്ക് പകരം 38,000 കോടി രൂപയുടെ ഡിമാൻഡാണ്. അതിനനുസരിച്ച് അഡാനി എൻ്റർപ്രൈസസ് കളക്ട് ചെയ്യേണ്ട എമൗണ്ട്, റേസ് ചെയ്യേണ്ട എമൗണ്ട് 15,000 കോടി രൂപയായിട്ട് ഉയർത്തിയിട്ട് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അമേരിക്കയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ കേസുകളും അഡാനിക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളും വിഡ്രോ ചെയ്യണം എന്ന തരത്തിലുള്ള ഡയറക്റ്റീവ് ആണ്. തീർച്ചയായിട്ടും ഈ ന്യൂസും വളരെ പോസിറ്റീവാണ്. ഒപ്പം അഡാനിയുടെ സബ്സിഡിയറിയായ കച്ച് കോപ്പറിൻ്റെ കോപ്പർ പ്രൊഡക്റ്റുകൾക്ക് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അഡാനി കോപ്പർ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുകയാണ്. ഈ ന്യൂസും അഡാനിയെ സംബന്ധിച്ച്, അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. CG പവറിൻ്റെ അണ്ടറിലുള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഹെൽപ്പ് തന്നെയാണ് ഗവൺമെൻറ്റിൽ നിന്ന് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് രംഗത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CG പവർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ബ്ലൂ സ്പ്രിങ്സ് എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല രീതിയിലാണ് മുന്നേറുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ സബ്സിഡറിക്ക് വേദാന്ത ഗ്രൂപ്പിൽ നിന്ന് മാത്രം അറൗണ്ട് 3,000 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ശക്തി പമ്പ്സ് 353.89 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സോളാർ പമ്പിങ് രംഗത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് ശക്തി പമ്പ്സ്. ബോണസിന് ശേഷം കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ന്യൂസ് ശക്തി പമ്പ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസുകൾ. ഒപ്പം നമ്മൾ IPO രംഗം നോക്കുകയാണെങ്കിൽ IC ഇലക്ട്രിക്കൽസ് കമ്പനി ലിമിറ്റഡ് ഈ IPO SMEയിലത്തെ ഒരു IPO ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 99 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1,200 ഒരു ലോട്ട് വരുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും കൂടിയുണ്ട്. ഈ IPO SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ 8-ാം തീയതി ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. 8-ാം തീയതി ആരംഭിച്ച് 10-ാം തീയതിയാണ് അവസാനിക്കുന്നത്. മെയിൻ ബോർഡ് IPO ആണ്. 100% ഓഫർ ഫോർ സെയിലാണ്. 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. IPOയ്ക്ക് ശേഷം അതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ വരാൻ പോകുന്നത് 10.5 കോടി രൂപയാണ്. കുസും ഗാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എയറോസ്പേസ് രംഗത്ത്, ഡിഫൻസ് രംഗത്തുള്ള എഞ്ചിനീയർഡ് ഫാബ്രിക്സ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കുസും ഗാർ ലിമിറ്റഡ്. തീർച്ചയായിട്ടും നല്ലൊരു IPO ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ ഈ 2 IPOയും ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇനി ഈ ആഴ്ചയിൽ നമ്മുടെ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. ഈ ആഴ്ചയിൽ TCS, L&T മൈൻട്രി, DMart, അവാൻഡൽ, L&T ഫൈനാൻസ്, എലക്കോൺ എഞ്ചിനീയറിംഗ്, ആനന്ദരാറ്റി ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q1 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതേസമയം TCSൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഗൈഡൻസ് എങ്ങനെയായിരിക്കും, ഒപ്പം L&T മൈൻട്രി ഉണ്ട്. ഈ രണ്ട് കമ്പനികളുടെ കാര്യത്തിലും ഗൈഡൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷറും അതുപോലെ തന്നെ വെള്ളിയാഴ്ച നല്ല രീതിയിൽ റിക്കവറി നടത്തിയിരുന്നു TCS, ഇൻഫോസിസ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ. തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന റിസൾട്ടുകൾ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് രംഗത്തുള്ള TCS, ഇൻഫോസിസ്, L&T മൈൻട്രി, HCL ടെക് ഈ കമ്പനികളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. റിസൾട്ടിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഗൈഡൻസ് വളരെ താഴ്ത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. മറിച്ച് റുപ്പി ഡിപ്രിസിയേഷൻ ഒരു ബെനിഫിറ്റ്, ഒപ്പം നല്ല ഗൈഡൻസ് ആണ് വരുന്നതെങ്കിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും TCS, L&T മൈൻട്രി കമ്പനികളുടെ Q1 റിസൾട്ടുകൾ. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഈ ആഴ്ചയിലത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ആഴ്ചയിൽ ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള ഒരു ട്രേഡിംഗ് ആണ്. Q1 റിസൾട്ടുകൾ വരാൻ പോകുന്ന ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകൾ വലിയ രീതിയിലുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് തിങ്കളാഴ്ച നടത്തുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റും അത്തരത്തിലൊരു ഓപ്പണിംഗ് നടത്താനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള IPOs ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നൊരു ഡിസിഷൻ എടുക്കുന്ന നന്നായിരിക്കും. ഒപ്പം നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസൊക്കെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.